ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഓക്കെ. അപ്പം ഇന്ന് നമുക്ക് പ്രവീണ മാമിന്റെ സെഷനാണ്. ഞങ്ങൾക്കറിയാം നല്ലൊരു ടോപ്പിക്കാണ് അല്ലെ. ഇപ്പൊ ഓണത്തിന്റെ ഒരു ടൈമാണ്. ആ ഒരു ഓണ ടൈമിൽ തന്നെ ഓണപ്പൂക്കളം എന്നൊരു ഡിഫറെന്റ് ടോപ്പിക്കുമായിട്ടാണ് പ്രവീണ മാം വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് നോക്കാം എന്താണ് മാമിന് അതിനെ കുറിച്ച് ഷെയർ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രവീണ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. മാം പ്ലീസ് വെൽക്കം. താങ്ക് യു മുഫീദ, താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം. ഓണമാണ്, അതിന്റെ തിരക്കുകളാണ്, അതിന്റെ ആഘോഷമാണ്, അതിന്റെ സന്തോഷമാണ്. എന്തൊക്കെയാണെങ്കിലും ഓണം വരുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന പൂക്കളുടെ ഉത്സവമൊക്കെയാണ് അല്ലെ. ഈ ഇത്തരത്തിലുള്ള ഒരു ഓണത്തിന്റെ കാലത്ത് അല്ലെങ്കിൽ ഈ ഒരു ഓണത്തിനെ കുറിച്ച് ഓർക്കും നമ്മൾ മനസ്സിലേക്ക് എല്ലാവരുടെയും മനസ്സിലേക്ക് ഓർമ്മ വരും പൂക്കളമാണ്. പൂക്കളം എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മൾ പലരും നമ്മുടെ വീടുകളിൽ പൂക്കളം വെക്കുന്നു. അതല്ലെങ്കിൽ നമ്മൾ സ്കൂൾ കാലഘട്ടത്തിൽ നമ്മൾ സ്കൂളിലേക്ക് ഓണപ്പൂക്കളം ഉണ്ടാകും, പൂക്കൾ പറിച്ചു കൊണ്ടുപോയിട്ടുണ്ടാവും. മറ്റൊരു കാലഘട്ടത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ കോളേജിൽ ഓണപ്പൂക്കളത്തിന് പൂവിട്ടിട്ടുണ്ടാവും. ഒരു മനുഷ്യൻ ഒരു പക്ഷെ നമ്മൾ ടീച്ചറെ ജീവിച്ചത് എപ്പോഴെങ്കിലും ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസിൽ പങ്കെടുക്കും. അത്തരം 4 ഓണപ്പൂക്കളം മത്സരത്തിന്റെ അല്ലെങ്കിൽ 4 ഓണപ്പൂക്കളത്തിന്റെ കഥയാണ് നിങ്ങളിലേക്ക് ഞങ്ങൾ ഷെയർ ചെയ്ത് വരുന്നത്. അതെങ്ങനെയാണ് നമുക്ക് ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താം എന്നൊരു നോക്കാം. ആദ്യത്തത് ഒരു കൗൺസിലിംഗ് സെഷനിൽ പറഞ്ഞ 2 ഓണപ്പൂക്കളത്തിന്റെ സംഭവങ്ങളാണ്. അതിൽ ഒന്നാമതായിട്ട് ഓണപ്പൂക്കളം രാവിലെ ഓണത്തിന്റെ തിരക്കാണ്. ഇപ്പൊ രാവിലെ വീട്ടിന്റെ മുന്നിൽ ഓണപ്പൂക്കളം ഉണ്ട്. ഓണപ്പൂക്കളം ഇടുന്നത് സാധാരണ കൂടുതലായിട്ടും സ്ത്രീകളായിരിക്കും. ഒരുപക്ഷെ മെജോറിറ്റി അവരായിരിക്കും ഓണപ്പൂക്കളം ഇടുന്നത്. ഒരുപക്ഷെ അവരൊപ്പം വീടുകളിൽ പല കുട്ടികളും ഒക്കെ ആയിട്ട് അവർക്ക് സഹായിക്കുകയും ചെയ്യും. അപ്പൊ ഇത്തരത്തിൽ രാവിലെ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്താണ് ഇതിന്റെ ഇടയ്ക്കാണ് ഈ ഓണപ്പൂക്കളം ഇടേണ്ടതും അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നടത്തേണ്ടത്. ഒരു വീട്ടിലൊരു ഭാര്യ ഭർത്താവും മാത്രമേ ഉള്ളൂ. ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് ഇതേപോലെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു അല്ലെങ്കിൽ അതിന്റെ തിരക്കുകളിൽ നിന്ന് ഓടി വന്നു പൂക്കളം ഇടാനുള്ള തിരക്കിലാണ് അവിടുത്തെ മഹതി എന്ന് പറഞ്ഞത്. അപ്പൊ ആ വ്യക്തി അതായത് ആ സ്ത്രീ ഒരു പക്ഷെ ഓണപ്പൂക്കൾ ഇടാൻ വേണ്ടിയിട്ട് എന്റെ ഭർത്താവിനോട് പറഞ്ഞു, എനിക്കൊരു ഓണം നന്നായിട്ട് വരയ്ക്കുവാണ്, എനിക്കൊരു നല്ലൊരു ഡിസൈൻ വരച്ചു തരാം, പൂക്കളം ഇടാനും. ഓക്കെ. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഇതേപോലെ ഓണത്തിന്റെ ഡിസൈൻ വരച്ച് കൊടുക്കുകയും ചെയ്തു. നമുക്ക് എല്ലാവർക്കും ഈ ഓണപ്പൂക്കൾ ഓണത്തിന്റെ സമയത്ത് അന്നേ ദിവസം ടിവികളിലാണെങ്കിൽ സിനിമയുടെ പൂരങ്ങളാണ്. അപ്പൊ ഇദ്ദേഹം നല്ലൊരു സിനിമാ പ്രേമി ആയതുകൊണ്ട് തന്നെ മുഴുവൻ സമയം ടി വി രാവിലെ ഓൺ ചെയ്താണ് ഓണം. അപ്പൊ പൂക്കളൊക്കെ വരച്ചു കൊടുത്തു. ഈ പെൺകുട്ടി ഇടയിൽ ഓണത്തിന്റെ ഭക്ഷണം ഉണ്ടാക്കുന്നതിന്റെ ഇടയിൽ ഓടി വന്നു ഓണപ്പൂക്കൾ എടുത്ത് എന്നെ ഒന്ന് സഹായിക്കണം കേട്ടോ. 2-3 തവണ വിളിച്ചിട്ടും അദ്ദേഹം വരുമ്പൊന്നും കാണാനില്ല. കാരണം അദ്ദേഹം ആ സമയത്ത് നടന്നുകൊണ്ടിരിക്കുന്ന മൂവി അല്ലെങ്കിൽ സിനിമയെ കാണുന്ന തിരക്കിലാണ്. അതിൽ നിന്ന് വിട്ടുപോലെ പുതിയ സിനിമയാണ് ഓണത്തിന് ഇറങ്ങിയിരിക്കുന്ന ടി വിയിൽ. അപ്പൊ അത് കാണുന്ന തിരക്കിലുമാണ്. 1ഉം 2ഉം പറഞ്ഞു അവര് തമ്മിൽ വാക്കുതർക്കമാണ്. ഞാൻ അടുക്കളയിൽ ഈ പെൺകുട്ടി പറയുന്നത് അല്ലെങ്കിൽ ഈ സ്ത്രീ പറയുന്നത് ഇങ്ങനെയാണ്, എനിക്ക് അടുക്കളയിൽ ഒരുപാട് ജോലികളുണ്ട്, അതിന്റെ ഇടയിൽ ഓണപ്പൂക്കളം വരുന്നു. അപ്പൊ അതിനെ ഇനി ഒന്ന് സഹായിക്കാൻ പാടില്ല. അതിനാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് തീർത്ത് അതുകൂടി ചെയ്യാറ്. ഇത് പറഞ്ഞു 1ഉം 2ഉം പറഞ്ഞു പിന്നെ അവിടെ അടിപിടിയായത് അന്നേരം ഓണപ്പൂക്കളം ഇടുന്ന സ്ഥലത്ത് അവിടെ ഉണ്ടായിരുന്ന ഓണപ്പൂ മുഴുവൻ അല്ലെങ്കിൽ പൂക്കൾ മുഴുവൻ വാരി വിതറിയ അവസ്ഥയായി. പിന്നെ പൂക്കളം കണ്ടത് ഉള്ള പൂ മുഴുവൻ അവിടെ വാരി വിതറി വലിച്ചെറിഞ്ഞ അവസ്ഥയിലാണ്. അന്നത്തെ ദിവസം ആ ഓണപ്പൂക്കളത്തിന്റെ പ്രശ്നവും പറഞ്ഞു അന്ന് ഓണം കുളമായി എന്നുള്ളൊരു അവസ്ഥയാണ്. ഭക്ഷണം പോലും അവർ സന്തോഷത്തോടെ കഴിക്കുകയില്ലായിരുന്നു. അങ്ങനെ അതൊരു സംഭവം. ഇനി രണ്ടാമത്തെ സംഭവകഥയിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. രണ്ടാമത്തെ സംഭവകഥ നടക്കുന്നത് ഒരു കോളേജിലാണ്. അവിടെ ഓണപ്പൂക്കള മത്സരം നടക്കുകയാണ്. ഓണപ്പൂക്കള മത്സരം നടക്കുന്ന സമയത്ത് എല്ലാവരും അപ്പൊ ആ ഒരു ടീം എന്ന് പറയുമ്പോൾ ഒരു ടീമിൽ മാക്സിമം ഒരു 10-15 പേരെ ഉൾപ്പെടുത്തും. ആ ക്ലാസ്സിലെ മുഴുവൻ പേര് എന്തായാലും പറ്റില്ല. അപ്പൊ സെലക്ടഡ് ആയ ഒരു 10 പേര് ഓണപ്പൂക്കള മത്സരത്തിന് പൂക്കളമൊക്കെ ഇട്ട് ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ ജഡ്ജസ് വന്നു, അതിന്റെ റിസൾട്ട് വന്നു. അപ്പൊ ആ ടീമിന് സമ്മാനം കിട്ടി. സമ്മാനം കിട്ടിയത് അവർക്ക് ഒരു കൊല പഴമാണ്. ഒരു കൊല പഴം എന്ന് പറയുന്നത് നല്ല വലിയൊരു ഞാലിപ്പൂവന്റെ വലിയൊരു കൊലയാണ് അവർക്ക് കിട്ടിയത്. അത് അവര് വളരെ ആഘോഷത്തോടു കൂടി സ്വീകരിക്കുകയും അവിടെ ചുറ്റുമുള്ളവർക്കൊക്കെ അത് വിതരണം ചെയ്യുകയും. ഇതിനിടയിൽ ഒരു ടീം വന്ന് പഴം കിട്ടിയില്ല എന്നും പറഞ്ഞ് ഇവരുമായിട്ട് അടിപിടി ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോ പിന്നെ അത് വളരെ പ്രശ്നത്തിലാണ് കൈകാര്യം ചെയ്യേണ്ടി വന്നത്. പിന്നീട് അധ്യാപകരെല്ലാം കൂടി ചേർന്നിട്ടാണ് അതിനൊരു പരിഹാരം കണ്ടെത്തിയത്. ഈ 2 ഓണപ്പൂക്കളും കലാശത്തിലെ അടിപിടിയിലും പ്രശ്നങ്ങളിലും ഒക്കെയാണ്.
ഇത് കൗൺസിലിംഗ് സെഷനിൽ വന്ന രണ്ട് കേസുകളാണ്. ഈ കൗൺസിലിംഗ് സെഷനിലേക്ക് ഈ രണ്ട് കേസുകളും വന്ന് അതൊക്കെ പരിഹരിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ഡിസ്കഷൻ ഞങ്ങളുടെ ടീം നടത്തുകയുണ്ടായി. ഈ ഡിസ്കഷനിൽ നിന്ന് കിട്ടിയ ചില അറിവുകളാണ് എന്റെ രണ്ട് ഓണപ്പൂക്കളത്തിലേക്ക് എന്നെ നയിച്ചത്. ആ അറിവിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഈ രണ്ട് ഓണപ്പൂക്കളവും നമുക്ക് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് പിന്നെ പറയാം. പക്ഷെ അതിൽ നിന്ന് ഞാൻ ഉൾക്കൊണ്ട പാഠമാണ് ഒരു പക്ഷെ ഈ രണ്ട് പ്രശ്നങ്ങളുടെയും കൗൺസിലിംഗിൽ കിട്ടിയ പാഠമാണ് എന്നെ ജീവിതത്തിലേക്ക് മറ്റു രണ്ട് ഓണപ്പൂക്കളിലേക്ക് നയിച്ചു എന്ന് എനിക്ക് പറയും. അതിൽ ആദ്യത്തെ ഓണപ്പൂക്കളം കഴിഞ്ഞ വർഷമാണ്. ഇതേപോലെ ഹോസ്റ്റലിൽ നിൽക്കുമ്പോഴാണ് അവിടെ ഹോസ്റ്റലിന്റെ അവിടെയുള്ള ടീം അല്ലെങ്കിൽ ഈ ഒരു ഹോസ്റ്റൽ നടത്തുന്ന ഒരു ടീം അതോറിറ്റി ഓണം മത്സരം നടത്തുന്നത്, ഓണം ആഘോഷം നടത്തുന്നു. താഴെയുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് അവരുടെ ഓണാഘോഷം നടത്തുന്നത്. ഓണാഘോഷ സമയത്ത് അവർ തലയിൽ ഞങ്ങളടുത്ത് വന്ന് പറഞ്ഞു, പാടന്റെ എടുക്കും വന്ന് പറഞ്ഞു, ഒരു ഓണപ്പൂക്കളം ഇടണം കേട്ടു. കാരണം ഞങ്ങൾ എല്ലാവരും എത്തുമ്പോൾ 10 മണിയായി. അപ്പൊ നിങ്ങൾ ഒരു ഓണപ്പൂക്കളം ഞങ്ങൾക്ക് മുന്നിൽ ഓഫീസിന്റെ മുന്നിൽ ഇട്ട് തരും. ആവശ്യമുള്ള പൂവൊക്കെ നിങ്ങൾക്ക് വാങ്ങിച്ചു തന്നേക്കും. ഇത് വളരെ സന്തോഷമായി. അങ്ങനെ പൂക്കളെല്ലാം കിട്ടി. തലേന്ന് കുറച്ചു പേർ അത് നന്നാക്കി. പിറ്റേന്ന് മറ്റു ചിലർ അതിൽ ഓണപ്പൂക്കളും ഞാനും എല്ലാം പൂക്കളും വളരെ ഗംഭീരമായി കിട്ടി. അവിടെ അന്ന് വൈകുന്നേരം വാർഡിൽ അന്ന് ഓണപ്പൂക്കളം ഇട്ടത് ഞാനും മറ്റൊരു വോയിസ് ക്ലിയർ ആവുന്നില്ല, ബ്രേക്ക് ആവുന്നുണ്ടോ? ബ്രേക്ക് ഇല്ല മാഡം. ആയതുകൊണ്ട് ബ്രേക്ക് ആവുന്നുണ്ടോ? പക്ഷെ എനിക്ക് എന്താണെന്നറിയില്ല, ബ്രേക്ക് ആയി. ഓക്കെ ഓക്കെ ശരി. അപ്പൊ ഞാൻ കുറച്ച് സാവധാനത്തിൽ പറഞ്ഞു. അപ്പൊ അങ്ങനെ അന്നേ ദിവസം ഓണപ്പൂക്കളം ഇട്ടത് ഞാനും മറ്റൊരു കുട്ടിയും പിന്നെ വാർഡനും കൂടിയിട്ടാണ്. ആ ഹോസ്റ്റൽ 40ഓളം പേരുണ്ട്. പക്ഷെ ഓണപ്പൂക്കളം ഇട്ടത് ഞങ്ങൾ 3 പേരും മാത്രമാണ്. അന്ന് വൈകിട്ട് അതോറിറ്റിയുടെ ഓണാഘോഷം കഴിഞ്ഞ എനിക്ക് ഒരു പൊട്ടുന്ന ഒരു ഗ്ലാസ് സമ്മാനമായിട്ട് കിട്ടി. അപ്പൊ വാർഡനാണ് കൊണ്ടു തന്നത്. ഓണപ്പൂക്കളം ഇട്ട് അതോറിറ്റി തന്ന സമ്മാനമാണ് കിട്ടി. അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷമായി. ആ സമയത്ത് എന്റെ ചിന്തയാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടിയിരുന്നത്. പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് ഈ ഓണാഘോഷ സമയത്ത് ഒരു പക്ഷേ പിന്നീട് കിട്ടിയ അറിവുകളുടെ ബലത്തിലാണ്. അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുവരും. ഇതിലേക്ക് കൊണ്ടുവരുന്നത് മറ്റൊരു പോയിന്റിലേക്കാണ്. ഇത്തവണ ഓണപ്പൂക്കളം ഇടുന്നത് അത്തത്തിന്റെ അന്നാണ് ഇവിടുത്തെ അതോറിറ്റിയുടെ ഓണാഘോഷം. അപ്പൊ അവര് പറഞ്ഞു, ഇപ്രാവശ്യം നമ്മൾ ചെറിയൊരു എമൗണ്ട് വയനാട്ടിലേക്ക് കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ ഓണാഘോഷം കൂടുതലൊന്നുമില്ല, എന്നാലും ഒരു ഓണപ്പൂക്കളം ഉണ്ട്, നിങ്ങൾ ഓണപ്പൂക്കൾക്ക് ആവശ്യമായ പൂക്കളെല്ലാം ഏൽപ്പിച്ചേക്കാന്ന് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് ഒരാഴ്ചയായിട്ട് ഞാൻ യാത്രയിലാണ്. പല ജില്ലകളിലായിട്ട് മീറ്റിംഗ് കണ്ടക്ട് ചെയ്ത് തിരുവനന്തപുരത്ത് വന്നു. അന്ന് രാവിലെ ഓണപ്പൂക്കളം അല്ലെങ്കിൽ അന്ന് രാവിലെയാണ് ഞാൻ ഹോസ്റ്റലിലേക്ക് തിരിച്ചെത്തുന്നത്. ഏകദേശം 5:30 ഞാൻ അതായത് സ്റ്റേഷനിലെത്തി, ഹോസ്റ്റലിലെത്തി. ഞാൻ പറഞ്ഞു ഞാൻ എത്തും, എനിക്ക് ഇടാൻ വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ആ സമയത്ത് തിരിച്ചെത്തി. അങ്ങനെ ഓണപ്പൂക്കളം കൃത്യം 5:45 ഞാൻ ഹോസ്റ്റലിൽ പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രഷായി ഓണപ്പൂക്കളം ഇടാൻ തയ്യാറായിരുന്നു. ആ സമയത്ത് ഞാൻ കണ്ടത് ആ ഓഫീസിന് മുന്നിൽ നല്ലൊരു ഓണപ്പൂക്കളം ചോക്ക് കൊണ്ട് വരച്ചിട്ടുണ്ട്. ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം അവിടെ പൂക്കളെല്ലാം റെഡിയാണ്. ഓക്കെ, അപ്പൊ പെട്ടെന്ന് തന്നെ എല്ലാവരും വാർഡിനെപ്പോഴേക്കും പൂക്കളെല്ലാം എടുത്തോണ്ട് വന്ന് അവിടെ നെറ്റി വെച്ചു. പെട്ടെന്ന് മറ്റു ചിലരും കൂടി ഒരു 3-4 പേര് കൂടി വന്നു. ഞങ്ങൾ പെട്ടെന്ന് ഓണപ്പൂക്കൾ ഇടുന്ന തിരക്കിലായി. ആ സമയത്ത് ഇവിടേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ചോദിക്കുന്നത്. ഒരു കൗൺസിലിംഗ് സെഷനിൽ ഇത്തരത്തിലുള്ള രണ്ട് മുന്നുള്ള ഓണപ്പൂക്കളം മത്സരത്തിനെ കുറിച്ച് സംസാരിച്ചപ്പോഴും അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോഴും അതിനൊരു കുട്ടി ചോദിച്ചൊരു ചോദ്യമാണ് ഈ ഓണപ്പൂക്കളത്തിലേക്ക് എന്റെ മനസ്സ് തുറപ്പിച്ചത്. അവിടെ ആ കുട്ടി അതിനെക്കുറിച്ച് ചോദിക്കുകയാണ്. ഗുരുവിനോട് ചോദിച്ച ചോദ്യം, ഞങ്ങളുടെ ഗുരുവിനോട് ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, കൗൺസിലിംഗ് സെഷൻ ഒക്കെ കൊള്ളാം. എനിക്ക് ഗുരുവിനോട് ചോദിക്കുന്ന ഒരു കാര്യം ഇത്ര ഉണ്ട്: വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് മൈ ലൈഫ്? എന്റെ ജീവിതത്തിലെ എന്റെ പർപ്പസ് എന്തെന്ന് ഒന്ന് പറഞ്ഞു തരണം. ഇത് കേട്ടപ്പോൾ ഗുരു ഒന്ന് ചിരിച്ചു. അതിനുള്ള മറുപടി കേട്ടപ്പോ അന്ന് മുതൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഈ ഒരു അവസരങ്ങൾ എന്ന് പറയുന്നത്. ഈ പ്രാവശ്യം ഓണപ്പൂക്കളം ഇടുമ്പോൾ ഞാൻ മനസ്സിൽ ഓർത്തത് കഴിഞ്ഞ വർഷം ഈ സെഷനിൽ എനിക്ക് ഗുരു തന്ന ചില വാക്കുകളാണ്. ഇത് ഓർത്തപ്പം ഓണപ്പൂക്കളം ഇടുന്നതിന്റെ മുന്നേ തലേന്ന് രാത്രി ട്രെയിനിൽ വെച്ച് കഴിഞ്ഞ വർഷത്തെ ഓണപ്പൂക്കളത്തെ കുറിച്ച് നടന്നു. അവിടെ ഞാൻ സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ ഇത്തിരി അഹങ്കാരത്തോടു കൂടി അഭിമാനത്തോടു കൂടി ചില ചിന്തകൾ ഞാൻ ഓർത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഞാൻ ചിന്തിച്ചത് ഇതാണ്: ഹോസ്റ്റലിൽ 40ഓളം പേരുണ്ടായിട്ട് പോലും
ഓണപ്പൂക്കളം ഇടാൻ വന്നത് വെറും 2 പേർ. വാടകടക്കം 3 പേർ മാത്രമാണ് ഓണപ്പൂക്കളം ഇടാൻ ഉണ്ടായത്. എന്തുകൊണ്ടാണ് അവരാരും വരാത്തത്? മോശമായിട്ട്. കാരണം ഓണപ്പൂക്കളൊക്കെ ഉണ്ടായിരുന്നല്ലോ. പക്ഷെ അവിടെ ഞാൻ മറന്നു പോയ മറ്റൊരു കാര്യമാണ്. ഞാൻ അവിടെ എനിക്ക് കിട്ടിയ അവസരത്തിൽ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നത്. പക്ഷെ അതിന്റെ പിന്നിൽ നടന്ന സംഭവങ്ങൾ ചിലതാണ്. ഈ വർഷത്തെ ഓണപ്പൂക്കള സമയത്ത് ഞാൻ ഓർത്ത് കണ്ടെത്തി അതെങ്ങനെയായിരുന്നു. ആ ഓണക്കാലത്ത് ഞങ്ങൾ 3 പേരും മാത്രം ഓണപ്പൂക്കളം ഇട്ടപ്പോൾ തലേന്ന് രാത്രി ഓണത്തിന് ആവശ്യമായ പൂക്കൾ മുഴുവൻ നന്നാക്കിയത് മറ്റ് 5 പേര് കൂടിയിട്ടാണ്. ആ 5 പേര് തലേന്ന് രാത്രി ഞങ്ങളോടൊപ്പം ഇരുന്ന് ഈ ഓണത്തിന് കിട്ടിയ പൂക്കളെല്ലാം വേർതിരിച്ച് അതിനെ ഭംഗിയോടുകൂടി ഓരോ കളറിനെ വേർതിരിച്ച് അതിന് പൂവിടാൻ പാകത്തിൽ ഭംഗിയാക്കി വൃത്തിയാക്കി തന്നിട്ടാണ് അവർ ഉറങ്ങാൻ പോയത്. അവർക്ക് രാവിലെ എഴുന്നേൽക്കാൻ ഒത്തിരി മടിയുള്ള കൂട്ടത്തിലാണ്. അവരെന്ത് ചെയ്തു? പൂക്കളിടാൻ വന്നില്ല. പക്ഷെ അതിന് വേണ്ട എല്ലാ പ്രിപ്പറേഷനും നടത്തി. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് ഇത്ര മാത്രം. പൂക്കളിടാൻ ഞങ്ങൾ 2 പേരെങ്കിലും 3 പേർ മാത്രമേ ഉണ്ടായുള്ളൂ. മറ്റുള്ളവരാരും ഇതിൽ പങ്കെടുത്തില്ല. പക്ഷെ ഞാൻ ഓർക്കേണ്ടിയിരുന്നത് ഇങ്ങനെയാണ്. തലേന്ന് 5 പേർ അതിനു വേണ്ടി ആ പൂക്കളം വൃത്തിയാക്കി തരാം. ആ പൂക്കളം നന്നായി ഇടാൻ വേണ്ടി പൂക്കൾ നല്ല രീതിയിൽ ഒരുക്കാൻ അവർ നമ്മളെ സഹായിക്കും. അതാണ് അവരുടെ അന്നത്തെ രാത്രിയിലെ പർപ്പസ്. അത് മാത്രമാണ്. പിറ്റേന്ന് എന്റെ പർപ്പസാണ് പൂക്കളം ഇടുക എന്നുള്ളത്. അവിടെ ഞാൻ അതിൽ ശ്രദ്ധിക്കുന്നതിന് പകരം അത് ചെയ്തു തന്ന വ്യക്തികളെ കുറിച്ച് ഓർക്കുകയോ അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ ആ നിമിഷം എന്റെ മുന്നിലേക്ക് വന്ന വ്യക്തികളെ കാണുകയോ സാഹചര്യങ്ങളെ കുറിച്ച് ഓർക്കുകയോ ചെയ്യുന്നതിനായിരുന്നില്ല. ഒരു പക്ഷേ തിരിച്ചറിഞ്ഞ അറിവുകൾ വെച്ച് ഈ ഓണപ്പൂക്കളം എനിക്ക് സമ്മാനിച്ചത് അത്ഭുതങ്ങളാണ്. അതിങ്ങനെയാണ്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് എന്താണ് എന്റെ പർപ്പസ്. ഈ നിമിഷമാണ് എന്റെ പർപ്പസിൽ ഇരിക്കുന്ന അത്ഭുതങ്ങൾ നടക്കേണ്ടിയിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പർപ്പസിലേക്ക് സഹായകമാണ് എന്തെങ്കിലും അറിവുകളാണ്. ഏതായാലും ഞാൻ ഈ കോഴ്സിൽ ഏറ്റെടുക്കും. അവിടെ ശ്രദ്ധയോട് കൂടി ഇരിക്കുമ്പോൾ എന്റെ പർപ്പസിലേക്ക് അത് നയിച്ചു. ഇനി എന്റെ പർപ്പസിലേക്ക് നയിച്ച ഈ അവസാനത്തെ അല്ലെങ്കിൽ ഈ വർഷം നടന്ന ഓണപ്പൂക്കളം ഇടുന്ന സമയത്ത് എന്നെ മുന്നിലേക്ക് വന്ന മിറാക്കിൾസിനെ കുറിച്ച് ഞാൻ ഷെയർ ചെയ്യുകയാണ്. അത് കൂടുതൽ വിവേകത്തോടു കൂടി സ്വീകരിക്കാൻ തയ്യാറായതുകൊണ്ടാണ് ആ മിറാക്കിൾ എനിക്ക് തിരിച്ചറിയാനായതും അത് ഉപയോഗപ്പെടുത്താനായതും. അതിങ്ങനെയായിരുന്നു. ഓണപ്പൂക്കളം ശരി രാവിലെ ഞാൻ ഹോസ്റ്റലിലേക്ക് തിരിച്ചെത്തി പെട്ടെന്ന് ഫ്രഷായി ഓണപ്പൂക്കളം ഇടുന്ന സമയത്ത് ഒരു ഫോൺ തൊട്ടടുത്തേക്ക് കുത്തിയിട്ട് ഫോൺ ബെല്ലടിച്ചു. ആ ഫോൺ ബെല്ലടിച്ചത് ആരാണ് വിളിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷെ ആ മ്യൂസിക് ഞാൻ കേൾക്കാനിടയിൽ ഞാൻ ശ്രദ്ധയോടു കൂടി ആ മ്യൂസിക് കേട്ടു. ആ മ്യൂസിക് ഇങ്ങനെയാണ്. അതായത് ഇപ്പൊ ഓണക്കാലത്ത് ടിവികളിലൊക്കെ ഒരു മ്യൂസിക് ഉണ്ട്. അതായത് സിനിമകളുടെ ഇടയിൽ ഒരു മ്യൂസിക് ഓണക്കാലത്ത് മാത്രം ഒരു മ്യൂസിക് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഒരു പ്രത്യേക തരം ഒരു ഈണത്തിലോടുള്ള മ്യൂസിക്. അതാണ് ആ കുട്ടി റിംഗ് ടോൺ ആയിട്ട് വെച്ചിരുന്നത്. അപ്പൊ ആ റിംഗ് ടോൺ അടിച്ചത് ഞാൻ ആ ശ്രദ്ധയോടുകൂടി ആ പാട്ട് ശ്രദ്ധയോടുകൂടി ഒരു മ്യൂസിക് മാത്രമാണ് ശ്രദ്ധയോടുകൂടി കേട്ടു. അപ്പോൾ ചിന്തിച്ചു എന്തുകൊണ്ടാണ് ഞാൻ ഈ മ്യൂസിക് ഇപ്പൊ കേൾക്കാൻ ഇടയായത് എന്ന് എന്റെ മനസ്സിൽ ഒരു ചോദ്യം വന്നു. ശരി, അതിനെ സ്വീകരിച്ചു. അത് ശ്രദ്ധയോടുകൂടി കേട്ടു. അത് അവിടെ മാറ്റി വെച്ചു. മിറാക്കിൾസിലേക്ക് നടക്കുന്നുവെന്ന് ശ്രദ്ധിക്കുക. ഇനി രണ്ടാമതായിട്ട് തൊട്ടപ്പുറത്തിരിക്കുന്ന കുട്ടി പറഞ്ഞു, ഓ കാല് ഇങ്ങനെ വെച്ച് ഇരിക്കാൻ വയ്യ, ഈ കാല് വളരെ ഭയങ്കര വേദന എടുക്കുന്നു, കമ്പം മടിഞ്ഞ് പിടിക്കാം, ഞാൻ താഴെ ഇരിക്കുകയാണ് എടുക്കുന്നത്, നിലത്ത് ഇരിക്കാൻ പോകും, എനിക്ക് ഇങ്ങനെ നിന്നുകൊണ്ട് അല്ലെങ്കിൽ മുട്ട് മടക്കി ഇങ്ങനെ നിന്നുകൊണ്ട് എനിക്ക് എടുക്കാൻ വയ്യ, ഞാൻ ഇരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ ഇരുന്നത് യോഗയിലെ ഒരു പോസ്റ്ററിന്റെ രീതിയിലാണ്. അത് ഏറെ ബുദ്ധിമുട്ടിയിട്ടാണ് ഞാനത് ആ രീതിയിൽ ഇരിക്കാൻ പഠിച്ചത്. അപ്പോ അത് കേട്ടപ്പോ ആ കുട്ടി വേദന എന്ന് പറഞ്ഞപ്പോ ഉടനെ ഇന്ന് മെഡിറ്റേഷനിൽ ഒരു 10 മിനിറ്റ് ഷെയർ ചെയ്തെന്ന അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പഠിച്ചുകൊണ്ടിരുന്ന 2 കാര്യങ്ങൾ എന്റെ മനസ്സിലേക്ക് ഓടിയിട്ട്. കാരണം ഇത്തവണ ഓണപ്പൂക്കളം ഇടുമ്പോൾ അത് വളരെ കോൺഷ്യസ് ആയിട്ട് ഞാൻ ചെയ്യണം. ആ സമയത്ത് എന്നിലേക്ക് വരുന്നത് എന്തെല്ലാമോ അത് ശ്രദ്ധയോട് കൂടി കേൾക്കണം എന്നൊരു കാര്യം പഠിച്ചതിലാണ് ഞാനത് ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോ ഞാൻ മനസ്സിലാക്കി ഈശ്വര എനിക്ക് ആരോഗ്യത്തോടു കൂടി ഇങ്ങനെ ഇരിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ എന്നാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ പറയുന്നത് എന്താ? ഉടനെ ഒന്ന് കളിയാണ് അല്ലെ? സ്വാഭാവികമായിട്ടും നമ്മൾ എല്ലാവരും ചെയ്യുന്നത്. അതായത് ഞാൻ നിങ്ങൾ ചെയ്യുമ്പോൾ എനിക്കല്ല, കഴിഞ്ഞ വർഷം ഞാൻ ചെയ്തത് ഇതാണ്. ഈ പ്രായത്തിൽ കുട്ടി കൊച്ചു കുട്ടിയാണ്, ഈ പ്രായത്തിൽ പോലും ഇങ്ങനെ ഇരിക്കാൻ വയ്യേ, മോശം കേട്ടോ എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മൾ അത് കളിയാക്കാനുള്ള ഒരു ടെൻഡൻസിയാണ്. ഉടനെ മനസ്സിലാക്കും താങ്ക് ഗോഡ്
എനിക്ക് ഇങ്ങനെ നന്നായിട്ട് ഇരിക്കാൻ കഴിയുന്നില്ല. ആ പോസ്റ്റർ എന്ന് പറയുന്നത് യോഗയിലെ മലാസന എന്ന് പറയുന്ന ഒരു പോസ്റ്ററാണ്. ഈ കാല് രണ്ടും ഇങ്ങനെ പൊന്തിച്ചിട്ട് അത് നമുക്ക് ബാക്ക് പെയിൻ വളരെ നല്ലതാണെന്ന് പറഞ്ഞു. അത് കുറെ കാലങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്ത് വന്നതാണ്. അപ്പൊ എനിക്ക് അത്തരത്തിൽ ഇരിക്കാൻ കുറേ സമയം ഇരിക്കാൻ പറ്റിയല്ലോ എന്ന് ഞാൻ താങ്ക്സ് പറയും. മറ്റൊരു കാര്യം കൂടി ഞാൻ ചെയ്തു. ആ വ്യക്തിക്ക് വേണ്ടി ഞാൻ എന്തിന് അത് കേട്ടു, എനിക്കത് ഇരിക്കാൻ പറ്റുന്നില്ല, എനിക്കിത് വേദന ഉണ്ട് കാര്യം ഉടനെ മുന്നേ ഞാൻ നിങ്ങളുടെ ക്ലാസ്സിൽ പറഞ്ഞ് ഓർക്കുന്നുണ്ടോ ഓർത്തില്ല എനിക്കറിയില്ല. അപ്പൊ ഉടനെ ഞാൻ പ്രാർത്ഥിച്ചു, ഈശ്വര ഞാൻ എന്തിനിത് കേട്ടു, ആ കുട്ടിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആ കുട്ടിക്ക് ശരീരത്തിന് ആരോഗ്യം കരുത്തും നൽകി അനുഗ്രഹിക്കണം. ഇത് കേൾക്കാനിടയായത് നമ്മളിൽ ഒരു ഉത്തരവാദം കൂടി ഉളവാക്കുകയാണ്. ഇതാണ് നമ്മുടെ പർപ്പസ്. ഇനി അടുത്തതായിട്ട് വന്നത് മറ്റൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ്. ഒരാൾ സൈഡിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട്, ഇതേപോലെ സൈഡിലൂടെ പോകുന്നു, അതൊരു ബക്കറ്റ് വെച്ച് അലക്കാനാണ് മറ്റൊരു വീട്ടിൽ പോകുന്നത്. അലക്കാൻ പോകുന്ന സമയത്ത് കുറെ സമയം ഞങ്ങൾ പൂക്കളെ എടുത്തത് കണ്ടു. അപ്പൊ ഉടനെ തൊട്ടടുത്തേക്ക് കുട്ടി പറഞ്ഞു, നോക്കിക്കൊണ്ട് നിൽക്കുകയാണല്ലേ, ഞങ്ങളുടെ കൂടെ ഒന്ന് കൂടിക്കൂടെ, ഞങ്ങൾ എത്ര സമയം എടുത്തു, ഞങ്ങൾക്ക് എല്ലാവരും കഴിഞ്ഞ് ജോലിക്ക് പോകണ്ടേ എന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ ഞാൻ ശ്രദ്ധിച്ചു. അപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചത് എന്താ, ആ കുട്ടി നോക്കി നിന്നതിനെയും കുറ്റപ്പെടുത്താനാണ് നമ്മൾ ശ്രമിച്ചത്. ഉടനെ ഞാനും അതൊന്ന് തിരുത്തി ഞാൻ പറഞ്ഞു, നന്നായിട്ട് പെട്ടെന്ന് അതൊന്ന് ആ ഭാഗം ഒന്ന് ഫില്ല് ചെയ്ത് തരാമോ എന്ന്, എനിക്ക് പിന്നെ ഇപ്പുറത്ത് ചെയ്യാൻ എനിക്ക് കുറച്ച് എളുപ്പമുണ്ട് എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് തന്നെ ആ കുട്ടി ബക്കറ്റ് അവിടെ വെച്ചു ഓടി വന്ന് ആ ഭാഗം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. നോക്കൂ, ഒരു ഓണപ്പൂക്കളത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ 3 സന്ദേശങ്ങൾ ഇതൊക്കെയായിരുന്നു. പിന്നെ ഇനി മിറാക്കിളിലേക്ക് വരാം. ഞാൻ ആദ്യം പറഞ്ഞു ഒരു ഫോൺ ബെൽ അടിച്ചു, ഒരു റിംഗ് ടോൺ ആണ് ഞാൻ കേട്ടത്. ആ റിംഗ് ടോൺ എന്റെ മനസ്സിലുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം എനിക്ക് കമ്പനിയുടെ ഒരു പ്രസന്റേഷൻ ചെയ്യാനുണ്ടായിരുന്നു. ആ പ്രസന്റേഷൻ ഓൺലൈൻ ആയിട്ടാണ് ആ മീറ്റിംഗിൽ എനിക്ക് പ്രസന്റ് ചെയ്യുന്നത്. ഈ സമയത്ത് എന്തായാലും ഓണക്കാലൊക്കെ അല്ലേ, ഒരു വ്യത്യാസത്തിൽ ചെയ്യണം എന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷെ അതിന് കൃത്യമായിട്ടൊരു ടൈം ഉണ്ട്. ആ ടൈമിൽ നിന്ന് അപ്പുറത്ത് കിടന്നാൽ നമുക്കത് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ നമുക്കതൊരു ബ്ലാക്ക് മാർക്ക് ആയിട്ട് മാറും. അപ്പൊ ഉടനെ ഞാൻ ആദ്യം ചിന്തിച്ചു, ഓക്കെ ഞാനൊരു 4 ഒരു വരി പാട്ട് പാടി, നമ്മുടെ മാവേലിയിൽ വരുന്ന ആ ഒരു പാട്ട് പാടിയിട്ട് നമുക്ക് ഈ സെഷനിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ പാട്ട് പാടിയിട്ട് ഏകദേശം 10 സെക്കൻഡ് അത് എടുക്കുമ്പോൾ എനിക്ക് കിട്ടിയ പ്രസന്റേഷന്റെ ടൈം 10 സെക്കൻഡ് കൂടുന്നതായിട്ട് കണ്ടു. പിന്നെ എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ച് രാവിലെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ അക്കത്തിന്റെ അന്ന് എന്റെ മുന്നിൽ ഒരു മൊബൈൽ അടിച്ചത് എനിക്ക് ഓർമ്മ വന്നത്. അത് ഓണക്കാലത്ത് ടിവികളിൽ വരുന്ന പരസ്യങ്ങളിനിടയിൽ വരുന്ന ഒരു മ്യൂസിക്കാണ്. ആ മ്യൂസിക് പെട്ടെന്ന് ഞാൻ ഓർത്തു. ഞാൻ യൂട്യൂബ് കയറി റീൽസ് ഒന്ന് പരതിയപ്പോ ഇതേപോലെ ഒരു മാവേലി നിൽക്കുന്നു, മാവേലി വരുന്ന ഫോട്ടോയ്ക്ക് കൊടുത്തിരിക്കുന്ന മ്യൂസിക് ഇതാണ്. ഞാൻ പെട്ടെന്ന് അത് ഡൗൺലോഡ് ചെയ്ത് വെച്ചു. മറ്റൊരു മൊബൈൽ, കമ്പനി മൊബൈൽ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചു. എന്റെ മൊബൈൽ സൂമിൽ കയറി ഞാൻ പെട്ടെന്ന് ആ പ്രസന്റേഷൻ സ്റ്റാർട്ട് ചെയ്തു. ആ മ്യൂസിക് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് പ്രസന്റേഷന്റെ ഇടയിൽ എല്ലാവരും ഇട്ടു തുടക്കം ഗംഭീര എന്ന് പറഞ്ഞു. നോക്കൂ, ആ മിറാക്കിൾ അവിടെ സംഭവിച്ചത് ഒരു പക്ഷെ അക്കത്തിന്റെ അന്ന് ഞാൻ ശ്രദ്ധിച്ച ഒരു ഫോൺ ബെൽ റിങ്ങിൽ നിന്നോ ആണ്. ഇതാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങൾക്ക് മുമ്പേ ഒരു ഓണപ്പൂക്കള മത്സരത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ 2 ഇൻസിഡന്റിന്റെ കൗൺസിലിംഗ് സെഷന്റെ സമയത്ത് ഗുരു നൽകിയ ഉപദേശം. ഞാനിത് കേൾക്കാൻ ഇടയായത് എന്തുകൊണ്ട്, അല്ലെങ്കിൽ ഇത് കേൾക്കാൻ എനിക്ക് സർവേശ്വര അനുഗ്രഹം നൽകി. ഒരു പക്ഷെ ഇത് കേൾക്കാൻ ഒരു കാരണമുണ്ട്. നാളെ ഞാൻ എന്തോ ചെയ്യുന്നതിലേക്ക് ഇതെനിക്ക് ആഡ് ഓൺ ചെയ്യാം, അല്ലെങ്കിൽ ഇതിന് മറ്റെന്തോ പർപ്പസ് ഉണ്ട്. ആ പർപ്പസിലേക്ക് എന്നെ ഒരുക്കാനാണ് ഇത്തരത്തിൽ ഒരു കാര്യം മ്യൂസിക് കേൾക്കാൻ ഞാൻ ഇടയായത് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത് ഒരു പക്ഷേ ആ പ്രസന്റേഷനിൽ ആ മ്യൂസിക് ഉപയോഗപ്പെടുത്തിയതാണ്. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ സമയം നമ്മൾ എന്തിനാണ്, ഞാൻ എന്തിനത് കേൾക്കാൻ തയ്യാറ് അല്ലെങ്കിൽ കേൾക്കാൻ ഇടയായി എന്ന് ചോദിക്കുമ്പോൾ അതിന് കിട്ടിയ മെസ്സേജ് സ്വീകരിക്കുക. അത് നമ്മുടെ വരും കാലങ്ങൾ ഫ്യൂച്ചറിൽ എവിടെയോ നമ്മെ സഹായിക്കാൻ ഒരുക്കാനുള്ള ഒരു അറിവാണ്. ഈ അറിവിനെ മനസ്സുകൊണ്ട് സ്വീകരിക്കുമ്പോൾ നമ്മൾ അറിയാതെ ആ അറിവ് എവിടെ ഉപയോഗിക്കണമോ അവിടേക്ക് നമ്മളെ നയിക്കും. ആ സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് യൂണിവേഴ്സ് ആ അറിവ് നമ്മളിലേക്ക് കൊണ്ടുവരും. കാരണം അന്ന് ആ സമയത്ത് നമ്മൾ അത് ശ്രദ്ധിച്ചത് കൊണ്ട് അത് നമ്മുടെ മനസ്സിലേക്ക് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഈ യൂണിവേഴ്സ് അത് നാം സ്വീകരിക്കുന്ന തിരിച്ചറിഞ്ഞ്
വരും. അത് എവിടെ ഉപയോഗപ്പെടുത്തണമെന്ന് ആ സമയത്ത് അറിയില്ലായിരുന്നെങ്കിലും അത് ഉപയോഗിക്കപ്പെടേണ്ട സമയമായപ്പോൾ യൂണിവേഴ്സ് മനസ്സിലേക്ക് ഒരു അനുഗ്രഹമായി പെയ്തിറങ്ങാൻ അത് നമുക്ക് സഹായിക്കുകയും ചെയ്യും എന്ന് തീർച്ചയാണ്. ഈ സമയത്ത് എന്റെ മുന്നിൽ ഒരു വ്യക്തി വന്നു. ഒരുപക്ഷെ ആ വ്യക്തി പറയുന്ന വാക്കായിരിക്കാം എനിക്കൊരു അറിവ്. ഒരുപക്ഷെ ആ വ്യക്തിയുടെ രൂപം ചിലപ്പോൾ ഈ വ്യക്തി എപ്പോഴും എന്റെ ജീവിതത്തിൽ മറ്റൊരു അനുഗ്രഹമായി മാറാനിടയുണ്ട്. ഈ വ്യക്തി എന്റെ മുന്നിൽ നൽകിയതിന് യൂണിവേഴ്സിന് നന്ദി പറയുന്നു. ആ സാഹചര്യങ്ങളിൽ എന്തെല്ലാം എനിക്ക് നൽകിയിട്ടുണ്ടെന്ന് നന്നായി ശ്രദ്ധിക്കുക. ഇവിടെയാണ് സൈക്കോളജി പറയുന്ന ഏറ്റവും വലിയ ടോക്കൻ, നമ്മളെ ഏറ്റവും സഹായിക്കുന്ന ഒരു ഒരു കാര്യം, നമ്മളെ ഏറ്റവും വലിയ ഹെൽപ്പ് ചെയ്യുന്നത്. അതെങ്ങനെയാണ്? നിങ്ങൾ കൂടുതൽ സംസാരിക്കുന്നതിന് പകരം കൂടുതൽ ശ്രദ്ധയോടുകൂടി നിരീക്ഷിക്കുക. ഈ നിരീക്ഷണം നിങ്ങൾക്ക് ആവശ്യമായ, നിങ്ങളുടെ പേർപ്പസിലേക്ക് ആവശ്യമായ അറിവുകൾ നൽകും. ആ അറിവിനെ മുതൽക്കൂട്ടാക്കി മുന്നോട്ട് കടന്നു പോവുക. എന്ത് ഏറെ പഠിച്ചാലും ആ പഠിച്ചതിനെ ഒബ്സർവ് ചെയ്ത് ചുറ്റുമുള്ള കാര്യങ്ങളെ നന്നായി ഒബ്സർവ് ചെയ്ത് മുന്നോട്ട് നയിക്കുക. മറ്റൊരു കാര്യം കൂടി ഇതിൽ കൂട്ടിച്ചേർക്കുകയാണ്. ആദ്യത്തെ 2 ഓണപ്പൂക്കളം മത്സരത്തിൽ കൗൺസിലിംഗ് സെഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി. പക്ഷെ അപ്പോഴും ആ കുട്ടികൾക്ക് നൽകേണ്ട അറിവുകൾ പലർക്കും നൽകാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അധ്യാപകർക്ക് പോലും അത്തരം ഒരു അറിവ് നൽകാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്തരം ഒരു അവസരങ്ങളിലേക്ക് കുട്ടികളെയും അല്ലെങ്കിൽ സമൂഹത്തെയും കൊണ്ടുപോകാൻ ഇടയാകില്ലായിരുന്നു കൂടി പറയുന്നു എന്ന് ഓർമ്മപ്പെടുത്താൻ കൂടി ആ ഒരു സെഷൻ നമ്മളെ സഹായിക്കും. ഒരു പക്ഷേ ആ കുട്ടികളോട് പറയായിരുന്നു, നാം ഒരു ഓണപ്പൂക്കളം നടത്തുമ്പോൾ അത് ഒരു 10 പേരുടെ എഫേർട്ട് മാത്രമല്ല, അതിന്റെ പിന്നിൽ ഒരുപാട് പേരുടെ കൈകളുണ്ട്. ആ പൂക്കൾ വാങ്ങിക്കാൻ കുറച്ചു പേര് നമുക്ക് കാശ് തന്നിട്ടുണ്ട്. ആ പൂക്കളത്തിന് വേണ്ടിയിട്ട് ഈ പൂക്കൾ ഒരുക്കാൻ കുറച്ചു പേരുടെ അധ്വാനമുണ്ട്. ഇതിന്റെ എല്ലാം ആകെത്തുകയാണ് അതിൽ കിട്ടിയ സമ്മാനം. അപ്പൊ ആ സമ്മാനത്തിന് വേണ്ടി, സമ്മാനത്തിന് അർഹതയുള്ളവർക്കെല്ലാം അത് ഷെയർ ചെയ്ത് അവരോട് നന്ദി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക. ഇത്തവണയും ഓണപ്പൂക്കളം ഹോസ്റ്റലിൽ ഇട്ടപ്പോൾ ആ പൂക്കളം വരച്ച വ്യക്തി കിടന്നുറങ്ങുകയാണ്. അവർ ഭംഗിയായി വരച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് അതിൽ ഭംഗിയായി കിട്ടിയ പൂക്കൾ കൊണ്ട് അത് അലങ്കരിക്കാൻ സാധിച്ചത്. പൂക്കളം ഇട്ട് കഴിഞ്ഞ ഉടനെ തന്നെ ഓഫീസിലേക്ക് പോകുന്നതിന് മുമ്പ് ആ കുട്ടിയുടെ റൂമിൽ ചെന്ന് ആ കുട്ടിയോട് പറഞ്ഞു, നല്ലൊരു ഓണപ്പൂക്കളം തയ്യാറാക്കി തന്നതിന് ഒരുപാട് നന്ദി. നല്ലൊരു ഡിസൈൻ വരച്ചു തന്നുകൊണ്ട് ഞങ്ങൾക്കത് എളുപ്പമായി. ആ കുട്ടിയുടെ പുഞ്ചിരി ഞാനിപ്പോ കണ്ടു. നോക്കൂ, ഒരു കുഞ്ഞു പൂക്കളത്തിൽ നിന്ന് എന്തെല്ലാം അറിവുകളും സന്തോഷങ്ങളും നമുക്ക് നൽകാൻ പറ്റി. പിന്നീട് ആ പൂക്കൾ വാങ്ങിത്തന്ന് ഞങ്ങളെ സഹായിച്ച അതോറിറ്റിയോട് പറഞ്ഞു, നിങ്ങൾ നൽകിയ പൂക്കളത്തിന് പൂവിന് നമുക്ക് അതിന്റെ പിന്നിൽ ഒരു എഫേർട്ട് ഉണ്ട്, അവരതിലേക്ക് പൈസ ഷെയർ ചെയ്തിട്ടാണ് വെച്ചത്. ഇതെല്ലാമാണ് ഒരു പൂക്കള മത്സരത്തിലേക്ക് സന്തോഷമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഞാൻ ചെയ്തു എന്ന് പറയുമ്പോൾ ഓർക്കുക, അതിന്റെ പിന്നിൽ ഒരുപാട് വ്യക്തികളുണ്ട്, സാഹചര്യങ്ങളുണ്ട്. ഞാൻ ചെയ്തു എന്ന് പറയുമ്പോൾ അഭിമാനത്തോടു കൂടി നിൽക്കുന്നതിനോടൊപ്പം അതിലേക്ക് സഹായിച്ച വ്യക്തികളെയും സാഹചര്യങ്ങൾക്കും നന്ദി യൂണിവേഴ്സ് അറിയിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരിട്ട് ഐ ബ്ലെസ് യു ഓൾ, ഐ താങ്ക് യു ഓൾ ആൻഡ് ഐ ലവ് യു ഓൾ. ഒരു ഓണപ്പൂക്കളം നമ്മളെ മാടി വിളിക്കുന്നുണ്ട്. എന്തിനെ? നമ്മുടെ പർപ്പസിലേക്ക് ഒരുക്കാൻ. നമുക്ക് എല്ലാവർക്കും നമ്മുടെ പർപ്പസിലേക്ക് നയിക്കാൻ ആവശ്യമായ അറിവുകൾ എല്ലാം നമുക്ക് ലഭ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ടുണ്ട്. താങ്ക് യു. ഗുഡ് ഡേ. താങ്ക് യു മാം. താങ്ക് യു പ്രവീണ മാം. താങ്ക് യു. എന്താ അറിയില്ല, എന്റെ ശബ്ദം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആയി പോകുന്നുണ്ടായിരുന്നു. മെഡിറ്റേഷൻ പോലെ ഉണ്ട്, അപ്പൊ ചിലപ്പോ റേഞ്ച് പ്രോബ്ലം ആയിരിക്കാം. ഓക്കെ, എന്തായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു. പാട്ട് സൂപ്പർ ആയിട്ടുണ്ട്, പിന്നെ പറയണ്ടല്ലോ പാട്ട്. അപ്പൊ ഓക്കെ, ഫീഡ്ബാക്ക് സെക്ഷൻ ആണ്. അപ്പൊ ഓരോരുത്തര് ഫീഡ്ബാക്ക് പറയാൻ ഹാൻഡ് റൈസ് ചെയ്തിട്ട് മുന്നോട്ട് വരിക. ആരാണ് പറയുന്ന ആദ്യം? അല്ല, പേര് ഞാൻ വിളിക്കണ? അബ്ദുൽ സലാം വീഡിയോ ഓൺ ചെയ്തപ്പോൾ അത് പുതിയ ഒരാളാണ്. നമുക്ക് അദ്ദേഹത്തിന് പറഞ്ഞു. ഞാൻ വെൽക്കം. മാഡം
മാഡം നല്ലൊരു നമ്മൾ ഉദ്ദേശിച്ചേക്കാൾ കൂടുതൽ നല്ലൊരു ക്ലാസ് ആയി കിട്ടി. ശരിക്കും ഒരു ഓണത്തിൽ കൂടെ ഒരുപാട് പോയ മാതിരി അനുഭവിച്ച മാതിരി ഓണം ശരിക്കും കഴിഞ്ഞ പോലെ തന്നെ നമുക്ക് ആ ഒരു ഫീലിംഗ് കിട്ടി ഇപ്പോ ഓണത്തിന്റെ കാര്യത്തിൽ കൂടെ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. അതിലുപരി നല്ലൊരു ഗാനം കൂടി കേൾക്കാൻ പറ്റി രാവിലെ. നല്ല സൂപ്പറായിട്ടുണ്ട്. ചെറിയൊരു ശബ്ദത്തിന് ചെറിയൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. അത് എന്താന്ന് വെച്ചാല് മൊബൈലിൽ എന്തോ ഒരു എക്കോ വന്ന മാതിരി തോന്നി എനിക്ക് ലാസ്റ്റിലേക്ക്. ബാക്കി ഉഷാറായിരുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു അബ്ദുൽ സലാം. താങ്ക് യു സലാം, താങ്ക് യു. അടുത്ത ആളാരാ? ഹലോ, ഫീഡ്ബാക്ക് പറയാൻ? ഷീല മാം. ഹലോ, ദിവ്യ. ഹലോ 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 ഞാൻ ഹലോ ഹലോ. കാര്യം നോക്കാൻ പോയതായിരുന്നു, രാവിലെ പോണം അതുകൊണ്ട്. പ്രവീണ മാം, ഗുഡ് മോർണിംഗ്. മോർണിംഗ് മാഡം. ഒന്ന് കുളിക്കാൻ തുടങ്ങുക, അതുകൊണ്ട് സോറി. എന്താണ്, ഒരു ഓണത്തിൽ കൂടെ തന്നെ കടന്നുപോയി. എനിക്കാണെങ്കിൽ ഈ വർഷം ഓണം ഇല്ല, അതുകൊണ്ട് ഞാൻ മാമിന്റെ ഒരു ഓണത്തിലൂടെ കടന്നു പോയെന്നുള്ളതാണ് സത്യം. പിന്നെ മാം നന്നായിട്ട് മാഡത്തിന്റെ ഒരു അനുഭവം നന്നായിട്ട് പറഞ്ഞു തന്നു. തീർച്ചയായിട്ടും സത്യം പറഞ്ഞാൽ വോയിസ് ബ്രേക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് ശരിക്കും ആ രണ്ട് സ്റ്റോറിയിലെ എന്താണെന്നുള്ളത് സത്യം പറഞ്ഞാൽ മാം കറക്റ്റ് ആയിട്ട് കിട്ടിയില്ലെന്നുള്ളതാണ് സത്യം. ഒന്ന് പറഞ്ഞാൽ ഉപകാരമായിരുന്നു. ജസ്റ്റ് ഒരു റീക്യാപ്പ് പോലെ അതിന്റെ സത്ത് എന്താണെന്നുള്ളത്. നല്ലതായിരുന്നു, ഞാൻ കേട്ടു. പക്ഷെ ആ വോയിസ് ബ്രേക്ക് ചെയ്യുന്നതുകൊണ്ടോ അല്ലെ ഞാൻ വേറെ പണിയിൽ ഏർപ്പെട്ടത് കൊണ്ടോ ആയിരിക്കാം എനിക്കത് മിസ്സായത്. കേട്ടു, പക്ഷെ എനിക്ക് അതിന്റെ കാതലായിട്ടുള്ള ഭാഗം കിട്ടിയില്ലെന്നുള്ളതാണ് സത്യം. ഓക്കെ, താങ്ക് യു. ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞു, രണ്ട് പാർട്ട്നേഴ്സ് ഓണപ്പൂക്കളം ഇടുന്നതിന് പേരിൽ തമ്മിൽ തല്ലിയ ഒരു കാര്യമാണ് പറയുന്നത്. ഇവിടെ ഓണപ്പൂക്കളം ഇടാൻ പറഞ്ഞതുപോലെ ഹസ്ബൻഡ് നല്ലൊരു ഡിസൈൻ വരച്ചു കൊടുത്തു. പിന്നെ അതിലിടാൻ ഡിസൈൻ വരച്ചു കൊടുക്കാൻ മാത്രം അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ ഓണത്തിന്റെ അന്നത്തെ ഭക്ഷണം ഉണ്ടാക്കുന്ന തിരക്കിനിടയിൽ അത് ആരും കൂടി സഹായിച്ചിരുന്നെങ്കിൽ എന്ന് ഭാര്യ ആഗ്രഹിച്ചെടുത്താണ് ഈ അടിപിടി എല്ലാം ഉണ്ടാകുന്നത്. ഒരു പക്ഷെ നമ്മൾ ഒരാളോട് ഒരു റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അവര് വന്ന് ചെയ്ത് തന്നാൽ നമുക്കത് സ്വീകരിക്കാം എന്നാണ് അതിലൊരു മെസ്സേജ്. ഇല്ലെങ്കിൽ അത് നമുക്ക് കിട്ടിയ ഒരു അവസരമാണ്. നമുക്ക് ആ ഒരു സന്ദർഭം നമ്മുടെ ക്രിയേറ്റിവിറ്റി ഏറ്റവും ഭംഗിയായി ഉപയോഗപ്പെടാൻ അവർക്ക് സാധിക്കുമായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് അത് ഉപയോഗപ്പെടുത്താമായിരുന്നു. പക്ഷെ അപ്പോഴും അവർ അതിനെക്കുറിച്ച് പരാതി മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു ഓണപ്പൂക്കളം വരച്ചു തന്നപ്പോൾ അതിന് നന്ദി പറയാൻ പോലും അവർക്ക് മനസ്സിലേക്ക് ഉള്ള വിവേകം എത്തിയില്ല. ഒരുപക്ഷെ ആ വിവേകം ഉണ്ടായിരുന്നെങ്കിൽ അവർ റിക്വസ്റ്റ് ചെയ്യുന്നതിന് പോലും വ്യത്യാസം ഉണ്ടായിരുന്നു. പരസ്പരമുള്ള ഈഗോയാണ് അവർ അവസാനം ആ ഓണം നശിപ്പിക്കുന്നതിന് പോലും എത്തിയത്. അവിടെ കൗൺസിലിംഗ് സെഷനിൽ ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ. ഒരുപക്ഷെ അവർക്ക് പരസ്പരം ഒരുമിച്ച് നിന്നാൽ ഇത് നല്ല ഭംഗിയായി കൊണ്ടുപോകാമായിരുന്നു. എന്നാൽ നമ്മൾ സമൂഹത്തെ പറഞ്ഞു കൊടുക്കേണ്ടത് ഇത്ര മാത്രമാണ്. നമുക്ക് ഏത് സഹായം ഒരു വ്യക്തിയോട് ആവശ്യപ്പെടാം. കിട്ടിയില്ലെങ്കിൽ അത് നമ്മളിലൂടെ മാത്രം നിർവഹിക്കപ്പെടേണ്ടതാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് നടക്കുക. നമുക്ക് എല്ലാത്തിനും ഭയമാണ്. ആ ഭയമാണ് ഒരു പക്ഷെ അത്തരം ഒരു അവസരത്തിലേക്ക് അത് കൊണ്ടുപോയത്. ഇനി കോളേജിലെ കാര്യമൊന്നും നോക്കി, ആ കുട്ടികൾ ചെയ്തത് സമ്മാനം നേടിയപ്പോ ചുറ്റുമുള്ളവർ തന്നെ അഭിനന്ദിച്ചവർക്ക് മാത്രം കിട്ടിയ സമ്മാനമായ ആ വാഴക്കുല വിതരണം ചെയ്തു. പക്ഷെ അവിടെ അടിപിടി ഉണ്ടാകാനുള്ള കാരണം അതിനർഹരായ മറ്റു ചിലരും കൂടി ഉണ്ടായിരുന്നു. ആ ഒരു ഓണപ്പൂക്കളം തയ്യാറാക്കാൻ ആ 10 പേരെ സഹായിച്ച കുറച്ച് വ്യക്തികളുണ്ട്. ആ പൂക്കൾ മേടിക്കാൻ അവർ പൈസ ഷെയർ ചെയ്തിട്ടുണ്ട്. അവരതിനെ ആ പൂക്ക പെട്ടെന്ന് തന്നെ ആ പൂ ഇടാൻ വേണ്ടിയിട്ട് പൂക്കൾ നന്നാക്കാൻ ഒക്കെ അവരെ സഹായിച്ചവരുണ്ട്. അത് വാങ്ങിക്കൊണ്ട് എത്തിച്ചവരുണ്ട്. ഇവരെ ഒന്നും അവർ തിരിച്ചറിഞ്ഞില്ല. ആ സമയത്തെ ആഘോഷം തങ്ങൾ ജയിച്ചു എന്ന് പറഞ്ഞ് അത് ഒരു ഈഗോയായിട്ട് അവരുടെ ഉള്ളിൽ വളർന്നു. അപ്പോൾ ചുറ്റുമുള്ളവരെ തന്നെ സഹായിച്ചവരെ മറന്നുപോയി. അവർക്ക് കൂടി അതിന്റെ പങ്ക് കൊടുക്കാൻ മറന്നുപോയി. അപ്പോൾ അവിടെ അടിപിടിയുണ്ട്. പക്ഷെ അപ്പോഴും അവർക്ക് കിട്ടിയ മെസ്സേജ് ഇതായിരുന്നു, നിങ്ങൾക്ക് കിട്ടിയ പഴം നിങ്ങൾ എന്തിനാ ഒരു പഴത്തിന് വേണ്ടിയിട്ടാണോ നിങ്ങൾ അടിപിടി കൂടുന്നത് എന്നാണ് അവരോട് അധ്യാപകർ ചോദിച്ചത്. എന്നാൽ ഇതായിരുന്നില്ല അവർക്ക് കിട്ടേണ്ട മറുപടി. ഒരുപക്ഷെ അവർക്ക് കിട്ടേണ്ട അറിവും അങ്ങനെയായിരുന്നില്ല. നിങ്ങൾ ഈ ജയിച്ചതിന് പിന്നിൽ ഇത്രയും പേരുടെ
കരുത്തുമുണ്ട്, ഊർജമുണ്ട്, അവരുടെ സഹായമുണ്ട്. ഇത് തിരിച്ചറിയുമ്പോഴാണ്, അവർക്കൊരു നന്ദി പറയുമ്പോഴാണ് ബന്ധങ്ങൾ കൂടുതൽ ഊട്ടിയുറപ്പിക്കാൻ കഴിയുന്നത്. നമ്മുടെ പിന്നിൽ പ്രവർത്തിച്ചവരെ ഓർക്കുക. നമ്മൾ ജയിക്കുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് ഞാൻ ചെയ്തു എന്ന് മാത്രമാണ്. ആ ഈഗോയിൽ നിന്ന് പുറത്തു കടന്ന് ഞാൻ ജയിച്ചു എന്നതിനൊപ്പം എനിക്കിതിന് സഹായമേകിയ വ്യക്തികളെ കണ്ടെത്തുക, അവർക്ക് കൂടി നന്ദി പറയും എന്നൊരു അറിവാണ് പുതിയ തലമുറയിലേക്ക് നാം പകർന്നു കൊടുക്കുന്നത്. ഓക്കെ ഓക്കെ പ്രവീണ മാം, മനസ്സിലായി. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ കാണുന്നത്, നമ്മുടെ യങ് ജനറേഷൻ ഇത് വല്ലതും ചിന്തിക്കാറുണ്ടോ? എന്ത് പ്രശ്നം, എന്തെല്ലാം നമ്മൾ സെലിബ്രേഷൻസ് ഒക്കെ നടത്തിയാലും അവസാനം വരുമ്പോഴത്തേക്കും അത് എന്താണ്, പോലീസ് വരേണ്ട സാഹചര്യവും അല്ലെങ്കിൽ കുട്ടികൾ തമ്മിൽ കിടന്ന് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മുടെ യങ് ജനറേഷനെ നമുക്ക് എങ്ങനെ അത് ഒന്നാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ടത്. പിന്നെ കുട്ടികൾക്കൊന്നും അതിന്റെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല. അവർ അന്നേരത്തെ ആ ഒരു മൊമെന്റിൽ അങ്ങോട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതല്ലേ. പല കോളേജുകളിലാണേലും എവിടെയാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പൊ ഒരു നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിലെ സൈക്കാട്രിക് വാർഡില ക്ലിനിക്കൽ ഇതാണ് സൂപ്പർവിഷൻ നടത്തുക. അപ്പൊ ഒരു ലേഡി ഇന്നലെ എന്നോട് വന്ന് പറഞ്ഞത് എന്നാന്ന് ചോദിച്ചാൽ, എന്താ പറ്റി, എന്താണ് ഇപ്പോഴത്തെ പ്രയാസം എന്ന് ഞാനിങ്ങനെ ചോദിച്ചപ്പം പറയുക, ഓ അത് വീട്ടില് ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്തി. ഇവര് അനിയന്റെ ഭാര്യയാണ്, ചേട്ടന്റെ മക്കളും ഉണ്ട്. അമ്മായിയമ്മയ്ക്ക് ചേട്ടന്റെ മക്കളോടാണ് കൂടുതൽ ഇഷ്ടം. ഈ ബർത്ത്ഡേ സെലിബ്രേഷൻ നടത്തുന്നതിനോടൊന്നും അമ്മായിയമ്മയ്ക്ക് താല്പര്യമില്ല. അവരുടെ മക്കളെ പഠിപ്പിക്കുന്നതിനൊന്നും, കൊച്ചു കുട്ടികളാ, എന്നിട്ട് അതിനൊന്നും താല്പര്യമില്ല. അതുകൊണ്ട് അവരതിന്റെ ഇടയ്ക്ക് കയറി എന്തോ പ്രശ്നം ഉണ്ടാക്കി. എനിവേ എന്താണെങ്കിലും ഞാൻ കൂടുതലായിട്ട് ആ കൊച്ചിനോടൊട്ട് ചോദിച്ചില്ല. എനിക്ക് സമയം കിട്ടിയില്ല. ഇന്നൊന്ന് ചോദിക്കാമെന്ന് വിചാരിക്കുക. എന്നാണെങ്കിലും അത് സൈക്കാട്രിക് വാർഡിൽ ഈ ഒരു പ്രശ്നത്തെ ചൊല്ലി അഡ്മിറ്റ് ആകേണ്ട ഗതികേടാ ഉണ്ടായത്. ആക്ച്വൽ സിറ്റുവേഷൻ. അപ്പൊ അത് അമ്മായിയമ്മമാരാണെങ്കിലും അല്ലെങ്കിൽ പ്രായമുള്ളവരൊക്കെ അല്ലേ കുറച്ചുകൂടി ഒന്ന് മനസ്സിലാക്കുന്നത്. ക്ഷമയില്ല, കരുതലില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ രണ്ട് കാര്യങ്ങളിൽ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമ്മുടെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും. ഓക്കെ, താങ്ക് യു മാം. ശീലമ്മ പറഞ്ഞൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചോ? അവരമ്മാവന്മാരൊക്കെയാണ്, ഒരു പ്രായമുള്ളവരാണ്, അപ്പൊ അവരോട് ഇത്തിരി ക്ഷമിച്ചുകൂടെ എന്നൊക്കെയാണ്. പക്ഷെ നമ്മുടെ സമൂഹത്തിന്റെ കാര്യം ഇങ്ങനെ തന്നെയാണ്. എങ്ങനെയാണ് ഇതിനോടൊക്കെ ക്ഷമിക്കേണ്ടത്? നമ്മൾ പറയുന്നത് സഹിക്കണമെന്നാണ്. എങ്ങനെയാണ് സഹിക്കേണ്ടത്? അവർ പറയുന്ന എല്ലാ നെഗറ്റീവുകളും സ്വീകരിക്കുക എന്നാണ്. ഈ ഒരു കാര്യത്തിലാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഉത്തരവാദിത്തത്തോട് കൂടി നമ്മൾ ക്ഷമിക്കാൻ എങ്ങനെ സഹായിക്കണമെന്ന് പറഞ്ഞു വെക്കും. ആ വ്യക്തി അങ്ങനെയാണ്, ആ വ്യക്തി വളർന്നു വന്ന സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ് ഇത്തരത്തിൽ പെരുമാറുന്നത്. അത് തിരിച്ചറിയാൻ ഒരു പക്ഷെ ഒരു വ്യക്തികളും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റും തൊട്ടടുത്ത് നിൽക്കുന്നവരെ പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് അവരെ തിരിച്ചറിയാൻ നാം ശ്രമിക്കാത്തത് കൊണ്ടാണ്. ആ തിരിച്ചറിവ് അവരെ കുറിച്ച് അറിയാൻ ശ്രമിക്കുമ്പോൾ അവർ എന്ത് നമ്മളോട് പറഞ്ഞാലും അവരോട് ക്ഷമിക്കാൻ നമുക്ക് സാധിക്കും. സ്ത്രീകൾ സഹിക്കണം, ക്ഷമിക്കണം, പക്ഷെ എങ്ങനെ ഇത് പറഞ്ഞു കൊടുക്കാൻ ആർക്കും അറിയില്ല എന്നുള്ളത്. എങ്ങനെയാണ് ഒരു സ്ത്രീ ക്ഷമിക്കേണ്ടത്? എങ്ങനെയാണ് ഇത്തരത്തിൽ മുന്നോട്ട് ജീവിക്കുന്നത്? സഹിക്കേണ്ടത് എങ്ങനെ? അവർ ചെയ്യുന്ന മുഴുവൻ സഹിക്കുക എന്ന് പറയുമ്പോൾ അത് സ്വീകരിക്കുക എന്നുള്ളതല്ല, മറിച്ച് അതിനും അപ്പുറം ചില കാര്യങ്ങളുണ്ട്. ഈ സഹനം പഠിപ്പിക്കണമെങ്കിൽ അത് ആദ്യം നമുക്കറിയേണ്ടി വരും. ഒരു പക്ഷെ അത്തരത്തിലൊരു അറിവ് ആ വ്യക്തിക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ആ വ്യക്തിക്ക് അമ്മായിയും അങ്ങനെ പറഞ്ഞിട്ട് വിഷമം തോന്നിയത് പോലും. ഓക്കെ മാം, താങ്ക് യു താങ്ക് ഷീല യു. മാം. താങ്ക് യു. ദിവ്യ. ഹലോ, മാജിക് മോർണിംഗ് മാം. നല്ലൊരു ക്ലാസ് ആയിരുന്നു. എന്താ പറയാ, ഒരുമിച്ച് നമ്മൾ ഒരുമിച്ച് പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ജീവിതം മനോഹരമാകുന്നത് എന്നാണ് ഈ ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഓരോ കാര്യങ്ങളും ഇവിടെ നമ്മുടെ ഇവിടെ നോർത്ത് ഇന്ത്യയിൽ ഗണപതി എന്താ പറയാ ഗണപതി മഹോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് 5ാമത്തെ ദിവസമാണ്. അപ്പോ ഇവരെല്ലാവരും വളരെ നല്ല ആഘോഷമാണ്. അപ്പോ രാത്രി മുഴുവനും എന്താ പറയാ, ആരെങ്കിലുമൊക്കെ വേണം ഭഗവാന്റെ അടുത്ത് കെടുക്കാനായിട്ടൊക്കെ എല്ലാവരും വേണം. അപ്പൊ ഇവര് മാറി മാറി കുട്ടികൾ നിൽക്കും രാത്രി, അവിടെ തന്നെ കിടന്നുറങ്ങും. അപ്പോ അവരുടെ തമ്മിലുള്ള ഒരു ഐക്യം, മുതിർന്നവരെക്കാൾ കൂടുതൽ അവര് തമ്മിലുള്ള ഒരു ഐക്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഇന്നലെ എന്റെ മകനും പോയിരുന്നു, 3-4 കുട്ടികൾ എല്ലാവരും പോയി.
അവിടെ രാത്രി മുഴുവനും കിടന്നുറങ്ങി വെളുപ്പിനാണ് വന്നത്. അപ്പോ പലയിടങ്ങളിലും നമുക്ക് കാണാം. അപ്പൊ ആ ഒരു ഐക്യത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ മാത്രമാണ് അതിന് എന്താ പറയാ, ആ ഒരു ആഘോഷമായാലും മനോഹരമായി തീരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാമിന്റെ ക്ലാസ്സിൽ നിന്ന് നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു ദിവ്യ. ബി മാജിക്കിൽ എല്ലാവരും എന്താ പറയാ, ഒരു ഓണം ആഘോഷിച്ച ഒരു പ്രതീതി കിട്ടിയെന്ന് വേണം പറയാനായിട്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മണി സാറേ. ഹലോ, ഉണ്ടോ? ആ ഓ മണി സാർ ഉണ്ട്. ക്ലാസ് കേട്ടിരുന്നു, നല്ല ക്ലാസ് ആയിരുന്നു. പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിനനുസരിച്ചുള്ള ഒരു ടോപ്പിക് ആയിരുന്നു. ഓണത്തിന്റെ ആ സമയത്ത് ആ പൂക്കളത്തിന്റെ എല്ലാം കാര്യങ്ങൾ വന്ന് വീണ്ടും നമ്മളെ ശ്രദ്ധ അതിലേക്ക് പോയി. പിന്നെ ആ ഓരോ സന്ദർഭത്തിലും അതിൽ ഒളിച്ചു കിടക്കുന്ന ആ ആശയങ്ങൾ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ചകഞ്ഞെടുത്ത് ഞങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നതിനാണ് മാഡത്തിന് ഒരു നന്ദി പറയാനുള്ളത്. ഒരു മെസ്സേജ് അതിലുണ്ട്. ആ മെസ്സേജ് ഞങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഞങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്ത് തരുന്നതിന് വളരെയേറെ നന്ദിയുണ്ട്. നല്ല ക്ലാസ് ആയിരുന്നു മാം. താങ്ക് യു വെരി മച്ച്. ഞാൻ ഇവിടെ ഒരാൾ ഗൾഫിൽ പോകാനുള്ള ആ തിരക്കിലാണ്, അതുകൊണ്ടാണ് ഇടക്കിടക്ക് ഓഫായി പോയത്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു മണി സാറേ, താങ്ക് യു. ഇനി ആരെങ്കിലും പറയുന്നുണ്ടാ? അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യായിരുന്നു. ഗുഡ് മോർണിംഗ് പ്രവീണ മാം. ഗുഡ് മോർണിംഗ്. എന്താണ് ഒരു ആഘോഷത്തിന്റെ അകത്തു പോലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഉണ്ടെന്നുള്ളത് ഒരു 2 കഥകളിലൂടെ പറഞ്ഞു തന്നതിൽ വളരെ നന്ദി മാം. വളരെ നന്നായിരുന്നു. നല്ലൊരു സെക്ഷൻ ആയിരുന്നു മാം. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു. അപ്പൊ പ്രവീണ മാം, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലെ? നല്ലൊരു അടിപൊളി ക്ലാസ് ആയിരുന്നു. അത് ഷീല മാം പറഞ്ഞൊരു കാര്യം ഞാൻ പറയുകയാണ്. അത് ശരിയാണ്. ഒരു പരിപാടി നടക്കുന്ന സമയത്ത് അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ വരുന്നതിന്റെ കാരണം കുട്ടികൾ തമ്മിലുള്ള ഒരു ഐക്യമില്ലായ്മ തന്നെയാണ്. ഒരു നേരത്തെ കാലത്ത് നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുന്ന ഒരു കാര്യമാകുമ്പോൾ അതിനൊരു എല്ലാ കാര്യത്തിനും ഒരു എന്താ പറയാ, ഒരു സ്റ്റാൻഡേർഡോട് കൂടി കൊണ്ടുപോകണം. അവർക്ക് അത് അറിയണില്ല. ഒന്നാമത്തെ അത് കുടുംബങ്ങളിലാണിച്ചെങ്കിൽ പിന്നെ അറിയാലോ, മദ്യം ഉപയോഗിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ അതങ്ങനെ. പഴയ ഒരു സ്നേഹവും ഒരു ഐക്യതയൊന്നും ഇപ്പോഴുള്ള ന്യൂ ജനറേഷനിൽ ഇല്ല എന്നുള്ളത് സത്യം തന്നെയാണ്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വരുന്ന കാര്യങ്ങളാണ്. പഴയ ആൾക്കാർ എന്ന് പറഞ്ഞാൽ പഴയ കാലത്തുള്ള അച്ഛനും അമ്മയൊക്കെ ആ ഒരു കുടുംബത്തെ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ ഓടി നടന്ന് ചെയ്യണതും അതിൽ അവർ കാണുന്ന ഒരു സന്തോഷം അതൊന്നും ഇന്നത്തെ തലമുറയിൽ ഇല്ല. കാരണം തമ്മില് മത്സരാണ്. ആര് ചെയ്യണം, അവൻ ചെയ്യട്ടെ ഇവൻ ചെയ്യട്ടെ എന്നുള്ള ഒരു മത്സരാണ്. പിന്നെ അമ്മായിയമ്മ പറഞ്ഞ ഇന്നത്തെ അമ്മായിയമ്മ കുറച്ചും കൂടി ഒരു വിദ്യാഭ്യാസവും ഇതൊക്കെ ഉള്ള ആളുകളാണെന്നാണ് എന്റെ തോന്നല്. പക്ഷെ എന്നാലും എവിടെയെങ്കിലൊക്കെ ഒരു 100ൽ ഒരു 10% ആൾക്കാർ ഇങ്ങനത്തെ ആൾക്കാർ കാണുമായിരിക്കും. നമ്മളെ മക്കളോട് നമുക്ക് സ്നേഹം ഉണ്ടെങ്കിൽ നമുക്കിപ്പോ എത്ര മക്കളുണ്ടായാലും അവരെ അത്രയും പേരെയും ഒരേ കണ്ണില് കാണാൻ നമ്മൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ വളർത്തിയ കുട്ടികളല്ലേ. അപ്പൊ അവര് ഏത് രീതിയിലാന്ന് നമുക്കറിയാം. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ അവരെ സ്നേഹിക്കുക. അവരെ ഭാര്യമാരോട് നമ്മൾ അതിനനുസരിച്ച് സ്നേഹിക്കുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ കുറെ ഒഴിവാക്കാൻ നമുക്ക് പറ്റും. എല്ലാറ്റിനും വേണ്ടത് ക്ഷമയും സ്നേഹമൊക്കെ തന്നെയാണ്. അത് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ബിമേജിക്കിൽ വന്നതിന് ശേഷമാണ് കേട്ടോ ഞാന് കുറെ ക്ഷമ പഠിച്ചതും. വീട്ടിലാണെങ്കിലും എന്തുണ്ടെങ്കിലും നമുക്ക് അതിന് ക്ഷമിക്കാൻ കഴിയണതും ഈ ഒരു ബിമേജിക്കിൽ വന്നതിന് ശേഷമാണ്. അപ്പൊ ഞാൻ എന്തായാലും എന്റെ മരുമക്കളോടും എന്റെ മക്കളോടൊന്നും അങ്ങനെ ഒരു അവഗണന ഇന്ന് വരെ കാണിച്ചിട്ടില്ല. അത് കാണിക്കേയില്ല. അവര് 2 ആൺകുട്ടികളുടെ 2ആളും എന്റെ മക്കളാ. ഞാൻ പ്രസവിച്ച മക്കളാ. ഞാൻ സ്നേഹിച്ചു വളർത്തിയ മക്കളാണ്. അവരെ ഭാര്യമാരോടും അവരോടുള്ള അതേ സ്നേഹം എനിക്ക് അവരോടും കാണുമല്ലോ. അപ്പൊ നമ്മൾ അവിടെ എന്തായാലും അവരെ ഈക്വൽ ആയിട്ട് കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു മാം. എന്തായാലും നല്ലൊരു ക്ലാസ് ആയി. ഷീല മാം പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആയി പോകും. എന്തായാലും ഇതിന്റെ പിന്നെ റെക്കോർഡിങ് എന്തായാലും നന്നായി കേൾക്കണം. അപ്പൊ എന്തായാലും ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു. അപ്പൊ എല്ലാരും ലീവ് ചെയ്ത് പോയിക്കോളൂ കേട്ടാ.
Thank you, ma'am. Thank you so much. Voice break.